ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു കഥ പറയാം. കഥയുടെ പേര് അമ്മായിയമ്മയോട് പറ്റി നിന്ന രൂത്ത്. അതെ, രൂത്തിൻ്റെ കഥയാണ് ഇന്ന് പറയുന്നത്. വിശുദ്ധ ബൈബിളിൽ സ്ത്രീ കഥാപാത്രങ്ങളായ 2 പുസ്തകങ്ങളാണ് രൂത്തും എസ്തേറും. വെറും 4 അധ്യായങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ പുസ്തകമാണ് രൂത്ത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് സുഭിക്ഷവും അനുഗ്രഹിക്കപ്പെട്ട പട്ടണവുമായ ബെത്ലഹേമിൽ എലീമലേക്കും ഭാര്യ നവോമിയും 2 ആൺമക്കളായ മഹ്ലോൻ, കില്യോൻ എന്നിവർ അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം താമസിച്ചിരുന്നു. ആ ദേശത്ത് പെട്ടെന്ന് ഒരു ക്ഷാമമുണ്ടായി. അതിനാൽ അവർ അനുഗ്രഹ പട്ടണമായ ബെത്ലഹേമിൽ നിന്നും ശാപപട്ടണമായ മോവാബ് ദേശത്ത് പരദേശിയായി പോയി. വളരെ സന്തോഷത്തോടെയാണ് അവർ പോയത്. അവിടെ വെച്ച് നിർഭാഗ്യവശാൽ നവോമിയുടെ ഭർത്താവായ എലീമേലേക്ക് മരിച്ചു. നവോമിയുടെ വാക്കനുസരിച്ച് പുത്രന്മാർ 2 പേരും മോവാബ്യ സ്ത്രീകളെ വിവാഹം കഴിച്ചു. ഒരുത്തിക്ക് ഓർപ്പ എന്നും മറ്റേവൾക്ക് രൂത്ത് എന്നും പേർ. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ആ 2 ആൺമക്കളും മരിച്ചു. ഇപ്പോൾ വിധവമാരായ 3 സ്ത്രീകൾ മാത്രമാണ് ശേഷിച്ചത്. അമ്മായിയമ്മയായ നവോമിയും മരുമക്കളായ ഓർപ്പയും രൂത്തും. ഈ സമയം നവോമി വിട്ടേച്ചു പോന്ന യഹൂദാദേശമായ ബെത്ലഹേമിൽ പോകുവാൻ തീരുമാനിച്ചു. അങ്ങനെ നവോമി മരുമക്കളായ യുവതികളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുവിൻ. നിങ്ങൾ വേറെ വിവാഹം കഴിച്ച് മോവാബിൽ തന്നെ താമസിച്ചു കൊള്ളുവിൻ. ഇത് കേട്ട് ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു. എന്നാൽ രൂത്ത് അമ്മായിയമ്മയെ പിരിയാതെ പറ്റി നിന്നു. എവിടെ പോയാലും ഞാൻ കൂടെ വരും. നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം സ്വന്തം നാട് ഉപേക്ഷിച്ചു പോയ നവോമി രൂത്തിനെയും കൂട്ടി അവളുടെ നാടായ ബെത്ലഹേമിലേക്ക് മടങ്ങി വന്നു. ഇന്നിപ്പോൾ അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെയായി. ഈ സമയം ബെത്ലഹേമിൽ യവക്കൊയ്ത്തിൻ്റെ കാലമായിരുന്നു. രൂത്താകട്ടെ നാണിച്ചും മടിച്ചും നിന്നില്ല. അവൾ അമ്മായിയമ്മയോട് ചോദിച്ച് അനുവാദം വാങ്ങിക്കൊണ്ട് കൊയ്ത്തു കഴിഞ്ഞിട്ട് വയലിൽ ശേഷിക്കുന്ന കതിർ പെറുക്കുന്നതിന് പോകുവാൻ തീരുമാനിച്ചു. നവോമിക്ക് ഭർത്താവായ എലീമേലേക്കിൻ്റെ കുടുംബത്തിൽ ബോവസ് എന്നു പേരുള്ള മഹാധനവാനായ ഒരു ചാർച്ചക്കാരൻ ഉണ്ടായിരുന്നു. നവോമിയോടൊപ്പം മടങ്ങി വന്ന ഈ രൂത്തിനെക്കുറിച്ച് ബോവസ് ആരിലൂടെയോ കേട്ടിരുന്നു. രൂത്ത് കതിർ പെറുക്കുന്നതിന് ചെന്ന് പെട്ടത് ഈ ബോവസിൻ്റെ വയലിലായിരുന്നു. കതിർ പെറുക്കുന്ന ഈ യുവതിയെ കണ്ടപ്പോൾ ബോവസിന് അവളോട് അനുകമ്പ തോന്നി. എന്നിട്ട് അവൻ ജോലിക്കാരോട് ആ പെൺകുട്ടി വയലിൽ വരുമ്പോൾ അവളെ അസഹ്യപ്പെടുത്തരുതെന്നും കൂടുതൽ കതിരുകൾ വയലിൽ ശേഷിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. വൈകുന്നേരമായപ്പോൾ അവൾ പെറുക്കിയ കതിരുമായി വീട്ടിലേക്ക് പോയി. അമ്മായിയമ്മ അവളോട് ഇന്ന് ഏത് വയലിലാണ് പോയതെന്ന് ചോദിച്ചപ്പോൾ അത് ബോവസിൻ്റെ വയലിലാണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസവും ആ വയലിൽ തന്നെ പോകുവാൻ നവോമി പറഞ്ഞു. യഹൂദന്മാർ കൊയ്ത്ത് സമയത്ത് പരദേശികൾക്കും ദരിദ്രന്മാർക്കും പെറുക്കുന്നതിന് വേണ്ടി വയലിൽ കതിരുകൾ വലിച്ചെറിഞ്ഞേക്കുക പതിവാണ്. പിറ്റേ ദിവസം പോകുമ്പോൾ ബോവസ് വേലക്കാരോട് അവളെ ശല്യപ്പെടുത്തരുതെന്നും അവൾക്കും കൂടെ വെള്ളവും ആഹാരവും നൽകണമെന്നും പറഞ്ഞു. അങ്ങനെ കൊയ്ത്തുകാലം തീർന്നപ്പോൾ അവൾക്ക് ധാരാളം യവവും ഗോതമ്പും കിട്ടി. പിന്നെ നവോമി രൂത്തിനോട്, ഈ ബോവസ് എൻ്റെ ചാർച്ചയിൽ പെട്ടവനാണെന്നും അവൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ അതനുസരിക്കണമെന്നും പറഞ്ഞു. ഒടുവിൽ നവോമിയുടെ വാക്ക് അവൾ അനുസരിച്ചു. നീ ആരെന്ന് അവൻ ചോദിച്ചതിന് ഞാൻ രൂത്ത് എന്ന് അവൻ പറഞ്ഞിട്ട്, നിന്റെ പുതപ്പ് എൻ്റെ മേൽ ഇടയണമേ,
നീ എൻ്റെ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് അവൾ അറിയിച്ചു. അതിന് അവൻ അവളോട് കൃപ തോന്നിയിട്ട് പറഞ്ഞതെന്തെന്നാൽ, മകളെ, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൾ. ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെ ഞാൻ നിനക്ക് ചെയ്തു തരും. നീ ഒരു ഉത്തമ സ്ത്രീ എന്ന് ഈ പട്ടണവാസികൾക്കെല്ലാവർക്കും അറിയാമെന്നവളോട് പറഞ്ഞു. പിന്നെ അവൻ അവളോട്, എന്നേക്കാൾ അടുത്ത ഒരു വീണ്ടെടുപ്പുകാരൻ നിനക്കുണ്ട്. അവൻ നിന്നെ വീണ്ടെടുത്തില്ലെങ്കിൽ ഞാൻ നിന്നെ വീണ്ടെടുത്തു കൊള്ളാമെന്ന് അവൻ അവർക്ക് വാക്കുകൊടുത്തു. പിന്നെ ബോവസ് മറ്റേ വീണ്ടെടുപ്പുകാരനെ കണ്ടിട്ട് അവനോട്, നീ ഇവിടെ ഇരിക്ക എന്ന് പറഞ്ഞിട്ട് ആ പട്ടണത്തിലെ 10 മൂപ്പന്മാരെയും വരുത്തി അവരോടും ഇവിടെ ഇരിപ്പീനെന്ന് പറഞ്ഞു. അങ്ങനെ അവരും ഇരുന്നു. അപ്പോൾ ബോവസ് ആ വീണ്ടെടുപ്പുകാരനോട് പറഞ്ഞത് എന്തെന്നാൽ, മോവാബ് ദേശത്ത് നിന്ന് മടങ്ങി വന്ന നമ്മുടെ സഹോദരനായ എലീമേലെക്കിൻ്റെ വയൽ വിൽക്കുന്നു. നിനക്ക് മനസ്സുണ്ടെങ്കിൽ ആ നിലം നിനക്ക് വാങ്ങാം. നിലം മാത്രം വാങ്ങിയാൽ പോരാ, മരിച്ചവൻ്റെ പേർ നിലനിർത്തേണ്ടതിന് മരിച്ചവൻ്റെ ഭാര്യ മോവാബ് സ്ത്രീയായ രൂത്തിനെയും കൂടെ വീണ്ടെടുക്കണമെന്ന് പറഞ്ഞു. അതിന് അവൻ, നിലം വാങ്ങാം, രൂത്തിനെ വീണ്ടെടുക്കുവാൻ തയ്യാറല്ല എന്ന് അറിയിച്ചു. അന്നത്തെ യഹൂദന്മാരുടെ ആചാരമനുസരിച്ച് വീണ്ടെടുപ്പും കൈമാറ്റവും ഉറപ്പാക്കുന്നതിന് വേണ്ടി വീണ്ടെടുപ്പുകാരൻ്റെ ചെരുപ്പൂരി മറ്റേ ആൾക്ക് കൊടുക്കുന്നത് ഇസ്രായേലിൻ്റെ നടപ്പായിരുന്നു. അങ്ങനെ അയാളുടെ ചെരുപ്പൂരി ബോവസിന് കൊടുത്തു. മൂപ്പന്മാരുടെ മുമ്പിൽ വെച്ച് അവരെ സാക്ഷിയാക്കി അത് ഉറപ്പിച്ചു. അങ്ങനെ ഭാര്യയായി ബോവസ് രൂത്തിനെ അംഗീകരിച്ചു. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട ബോവസും രൂത്തുമാണ് ഇസ്രായേൽ ഗൃഹം പണിതതെന്ന് രൂത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ കാണുന്നു. ഇവരുടെ കൊച്ചുമകനാണ് ദാവീദ് രാജാവ്. ഈ ദാവീദ് രാജാവിൻ്റെ കുടുംബത്തിലാണ് നമ്മുടെ കർത്താവായ യേശു രക്ഷകൻ ജനിച്ചത്. എന്ന് വെച്ചാൽ ഈ ബോവസാണ് ദാവീദിൻ്റെ അപ്പനായ ഇശായിയുടെ അപ്പനായ ഓബേദിനെ ജനിപ്പിച്ചത്. അതായത് യേശുവിൻ്റെ മുത്തശ്ശിയാണ് യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട ഈ രൂത്ത്. എങ്ങനെയാണ് ഈ രൂത്തിന് ഈ അനുഗ്രഹമെല്ലാം കിട്ടിയത്? ഒരൊറ്റ കാരണമാണ്. ദൈവഭയമുള്ള നവോമിയോട് രൂത്ത് പറ്റി നിന്നു. നവോമി എന്തൊക്കെ പറഞ്ഞുവോ അതെല്ലാം അതുപോലെ അനുസരിക്കുവാൻ തയ്യാറായി. മറ്റേ മരുമകൾ അവളുടെ കുടുംബത്തിലേക്ക് മടങ്ങിയപ്പോൾ രൂത്താകട്ടെ നവോമിയോടൊപ്പം കടന്നു വന്ന് അവരുടെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടി കതിർ പെറുക്കുവാൻ പോയ വയലെല്ലാം അവൾക്ക് സ്വന്തമായി. അനുസരണവും ദൈവഭയവും ഉള്ളതുകൊണ്ട് ദൈവം അവളെ അനുഗ്രഹിച്ചു. ഈ രൂത്തിനെ പോലെ ദൈവത്തിൽ നിന്ന് നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നതിന് വേണ്ടി നമുക്കും ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്ന ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.